ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇമ്പാക്റ്റ് ഓഫ് ദ കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ. ദ മെയിൻ സോഴ്സസ് ഓഫ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആർ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ക്രിസ്ത്യൻ മിഷണറീസ് ആൻഡ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ച ബ്രിട്ടീഷുകാരുടേതായ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്, ക്രിസ്ത്യൻ മിഷണറീസ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഈ മൂന്ന് സ്രോതസ്സുകളാണ് ഇന്ത്യൻ സൊസൈറ്റിയെ മാറ്റത്തിന് വിധേയമാക്കിയത്. ബിഫോർ ഇംഗ്ലീഷ് എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദി ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യ ഹാഡ് ദെയർ ഓൺ സിസ്റ്റം ഓഫ് റൂളിംഗ് ഓവർ ദ പീപ്പിൾ. ബ്രിട്ടീഷുകാർ വരവിന് മുന്നേ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ രീതിയിലുള്ള ഭരണ രീതികൾ ഉണ്ടായിരുന്നു. The Christian missionaries worked hard to convert the people to a Christian way of life. ബ്രിട്ടീഷുകാരുടെ കൂടെ വന്ന ക്രിസ്ത്യൻ മിഷണറീസ് ചെയ്തത് ഇന്ത്യൻ ജനതയെ ഒരു ക്രിസ്ത്യൻ ജനതയാക്കി മാറ്റുക, ക്രിസ്ത്യാനികളുടെ രീതി അവർക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. ദ ബ്രിട്ടീഷ് എഡ്യൂക്കേഷണലിസ്റ്റ് ബ്രോട്ട് അബൌട്ട് ദ ചേഞ്ച് ബൈ എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ. എന്നാൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷണലിസ്റ്റ് ചെയ്തത് ഇന്ത്യൻ ജനതയെ വിദ്യാഭ്യാസമുള്ളൊരു ജനതയാക്കി എടുക്കുക, അതിലൂടെ ഇന്ത്യൻ ഭരണകർത്താക്കൾക്ക് ക്ലർക്കുമാരെ സൃഷ്ടിക്കുക, ഗുമസ്തന്മാരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. പീപ്പിൾ റിയലൈസ് ദ വാല്യൂ ഓഫ് ഓർഗനൈസേഷൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ സംഘടന രൂപീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഭാരതീയർക്ക് മനസ്സിലാകുകയും എ സോർട്ട് ഓഫ് നാഷണൽ കോൺഷ്യസ്നെസ് ഇവോൾവ്, ഒരു ദേശീയ അവബോധം അവരിലുണ്ടാവുകയും ചെയ്തു. ദിസ് ജനറൽ ഫീലിംഗ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1885. അവർക്ക് ഇങ്ങനൊരു ദേശീയ തലത്തിലൊരു ഓർഗനൈസേഷൻ വേണമെന്ന ആഗ്രഹത്തിൻ്റെ ഫലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയാണ് ചെയ്തത് 1885. Sri K.M. Panikkar has rightly commented that the most notable achievement of the British rule was the unification of India. K.M. പണിക്കറിൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാർ വന്നതിൻ്റെ ഫലമായി ഇന്ത്യയിൽ വന്ന ഏറ്റവും നോട്ടബിളായ ഒരു നേട്ടം എന്താണെന്ന് ചോദിക്കാൻ, നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന പല രാജ്യങ്ങളും ഒന്നിച്ച് ഭാരതം എന്ന ഒരു രാജ്യമായി മാറി എന്നുള്ളതാണ്. ഇനി എന്താണ് ഇമ്പോർട്ടൻ്റ് ഇമ്പാക്ട്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ തന്നെ എടുക്കാം. വിദ്യാഭ്യാസത്തിലൂടെ ദേ അറ്റാക്ക് ദ കാസ്റ്റ് ഇൻഈക്വാളിറ്റി, അസമത്വത്തിനെതിർക്കുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ജാതീയ അസമത്വത്തിന് എതിരെയാവുകയാണ് ചെയ്തത്. ദ പ്രോഗ്രസീവ് മൈൻഡഡ്ലി ഇന്ത്യൻസ് ലൈക്ക് രാജാ റാം മോഹൻ റോയ് ട്രൈ ടു സ്പ്രെഡ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതായത് വളരെ പുരോഗമന ചിന്തയുള്ള ഇന്ത്യൻസ്, രാജാ റാം മോഹൻ റോയിനെ പോലെയുള്ള ആളുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മോഡേൺ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച വ്യക്തികളാണ്. അതുപോലെ തന്നെ പല സംഘടനകളും സമാജങ്ങൾ, ബ്രഹ്മസമാജ്, ആര്യസമാജ്, രാമകൃഷ്ണ മിഷൻ ആൻഡ് അലിഗഡ് മൂവ്മെൻറ്റ് were such organization which took interest in modern education. ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്, അതിൽ താല്പര്യം കാണിക്കുകയാണ് ചെയ്തത്. എമിനൻറ്റ് മെൻ ഹു സ്റ്റുഡ് ഫോർ സച്ച് പ്രോഗ്രസീവ് ഐഡിയാസ് ഇൻക്ലൂഡഡ് ദേശ്മുഖ്, അഗർക്കർ, കാർവേ, തിലക്, ഗോഖലെ, മാലവ്യ ആൻഡ് ഗാന്ധിജി, who established institution to impart scientific and technological education in the country. അപ്പോൾ അതേപോലെ തന്നെ വളരെ പുരോഗമന ചിന്തയുള്ള മറ്റുള്ളവരാണ് ദേശ്മുഖ്, അഗർക്കർ, കാർവേ, തിലക്, ഗോഖലെ എന്നിവരെല്ലാവരും തന്നെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യാഭ്യാസം രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതിൽ താല്പര്യം കാണിച്ചതാണ്. അതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും അവർ താല്പര്യം കാണിച്ചു. 1835 ലോർഡ് മെക്കാലെ ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ. അതിൽ നിന്നൊക്കെ വളരെ ഉപകാരപ്രദമായ വിദ്യാഭ്യാസം ലഭിച്ച താഴ്ന്ന വിഭാഗക്കാരും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയാണ് ഡോക്ടർ B.R. അംബേദ്കർ. വൺ ഓഫ് ദ ഇൻ്റലക്റ്റ് കെയിം ടു ദ ഫോർഫ്രണ്ട് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ വാസ് ദ പ്രൊഡക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്. അവശ്യ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തിയാണ് ഡോക്ടർ B.R. അംബേദ്കർ.
ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇമ്പാക്റ്റ് ഓൺ ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ജാതി വ്യവസ്ഥിതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം വാസ് എൻഹാൻസ്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ. ജാതി വ്യവസ്ഥയ്ക്ക് മാറ്റാൻ കാരണം വിദ്യാഭ്യാസം മാത്രമല്ല, വ്യവസായവൽക്കരണം കൂടിയാണ്. വ്യവസായവൽക്കരണം മാത്രമല്ല, അതിലെ ക്രിയേഷൻ ഓഫ് പ്രൈവറ്റ് ലാൻഡഡ് പ്രോപ്പർട്ടി വന്നു, പുതിയ ഭൂപരിഷ്കാരങ്ങൾ വന്നു, അതുപോലെ തന്നെ പുതിയ ന്യൂ ബ്രാഞ്ചസ് ഓഫ് ഇൻഡസ്ട്രി വന്നു. ഇതൊക്കെയാണ് ഗ്രാമങ്ങളിൽ നിന്ന് ജാതി വ്യവസ്ഥത ഖണ്ഡിച്ചുകൊണ്ട് നഗരങ്ങളിലേക്ക് പല താഴ്ന്ന ജാതിക്കാരും ഓടിപ്പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. മെനി കാസ്റ്റ് ടാബൂസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഡിസപ്പിയർഡ്. അതുപോലെ തന്നെ അയിത്തം അല്ലെങ്കിൽ ജാതീയ വേർതിരിവ്, മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ള വേർതിരിവ്, അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാർക്ക് അതേ രീതിയിൽ താഴ്ന്ന ജാതിക്കാർ വസ്ത്രധാരണം ചെയ്യാൻ പാടില്ല, അവരുടെ രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ പാടില്ല, അവരുടേതായ നാമധേയങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാസ്റ്റ് ടാബൂസ് അപ്രത്യക്ഷമായി. നഗരങ്ങളിൽ ഒരു ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്നവർ പരസ്പരം ജാതി തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് ഒരു കാരണം. റെയിൽവേ നെറ്റ്വർക്ക് ആൻഡ് റോഡ് ട്രാൻസ്പോർട്ട് ബ്രോഡ് പീപ്പിൾ ഇൻ ടു ഗ്രേറ്റർ കോണ്ടാക്ട്. അവിടെ അയിത്താചരണത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. റെയിൽവേയിലും റോഡ് ട്രാൻസ്പോർട്ട് ബസ്സുകളിലൊക്കെ തിങ്ങി നിറഞ്ഞാണ് യാത്രക്കാർ ഫാക്ടറികളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസ് ഫെഡറേഷൻ സ്റ്റുഡ് ഫോർ ദെയർ റൈറ്റ്സ് ഇൻ ദ കൺട്രി. അതുപോലെ പല പുതിയ സംഘടനകൾ നിലവിൽ വന്നു. ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് ഫെഡറേഷൻ എന്നുള്ളത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങി. ഇതെല്ലാം ബ്രിട്ടീഷുകാർ നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കോൺസിക്വൻസസ്, അനന്തരഫലമായിട്ട് കണക്കാക്കാം. ഇനി അഗ്രികൾച്ചറൽ സെക്ടറിൽ വന്ന മാറ്റങ്ങൾ. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് എ ന്യൂ റവന്യൂ സിസ്റ്റം. ബ്രിട്ടീഷ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്ത റവന്യൂ സിസ്റ്റത്തിൽ 3 ടൈപ്സ് ഓഫ് ലാൻഡ് ടെന്യൂറാണ് അവർ ഡിക്ലെയർ ചെയ്തത്. സെമിന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം. ലോർഡ് കോൺവാലിസ് ആണ് 1792 സെമിന്ദാരി സിസ്റ്റം ബംഗാളിലും ബീഹാറിലും ഒറീസയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദേ കളക്റ്റഡ് റവന്യൂ ഫ്രം ദ പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റ് ഓൺ കമ്മീഷൻ ബേസ്. അതായത് ഒരു പ്രദേശം ഒരു ജന്മിയുടെ കീഴിൽ കൊടുത്തിട്ട് കമ്മീഷൻ വ്യവസ്ഥയിലെ റവന്യൂ കളക്ട് ചെയ്തിരുന്നു. ഇൻ ദ മഹൽവാരി സിസ്റ്റം ദി യൂണിറ്റ് ഓഫ് റവന്യൂ വാസ് ദ വില്ലേജ് ഓഫ് ദ മഹൽ. ഓരോ ഗ്രാമം ആയിട്ടാണ് തിരിച്ചു കൊടുത്തിരുന്നത്. അതിൽ നിന്നാണ് റവന്യൂ ബ്രിട്ടീഷുകാർ കളക്ട് ചെയ്തിരുന്നത്. ഇൻ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റർ തന്നെയാണ് റൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർ തന്നെ ഓണർ ഓഫ് ദ ലാൻഡായി മാറി. അവർ തന്നെയാണ് ടാക്സ് നേരിട്ട് ഖജനാവിൽ അടച്ചിരുന്നത്. സർ തോമസ് മുൺറോ ഇൻട്രൊഡ്യൂസ് ദ റൈറ്റ് വാരി സിസ്റ്റം ഇൻ മദ്രാസ് 1820. അപ്പോൾ റൈറ്റ് വാരി സിസ്റ്റം മദ്രാസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്ന് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി നാലാമത്തെ പോയിന്റ്, ഡിറ്റീരിയറേഷൻ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഗ്രാമീണ വ്യവസായങ്ങൾ, ചെറിയ വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ ഉണ്ടായതെല്ലാം തകർന്നു. വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീൻ മെയ്ഡ് പ്രൊഡക്ഷൻ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് സഫേർഡ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ. അതായത് മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഫൈൻ ഗുഡ്സ് ആണ്, അത് നല്ല രീതിയിൽ ഫൈൻ പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ മുന്നിൽ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആരും വാങ്ങാനാകാതെ അതങ്ങനെ തകർച്ചയുടെ വക്കത്തേക്ക് വില്ലേജ് ഇൻഡസ്ട്രി തകർന്നുപോയി എന്ന് പറയാം. ദ വില്ലേജ് വാസ് നോ മോർ ഓട്ടോണമസ് എക്കണോമിക് യൂണിറ്റ്. ഒരിക്കലും തന്നെ വില്ലേജ് ഒരു ഓട്ടോണമസ് ആയി ജീവിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് തൊഴിലിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും നഗരങ്ങളിലേക്ക് പോകേണ്ടി വന്നു. കാരണം അവരുടെ എല്ലാ രീതിയിലുള്ള വ്യവസായ രീതിയും കൃഷിയും എല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായപ്പോൾ വില്ലേജ് വാസ് നോ മോർ ഓട്ടോണമസ് എക്കണോമിക് യൂണിറ്റായി മാറി. ഹെൻസ് ദ പീപ്പിൾ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ ടൗൺസ്. അവർക്ക് നഗരത്തിലേക്ക് പോകേണ്ടി വന്നു, സിറ്റിയിലേക്ക് പോകേണ്ടി വന്നു. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് തേയിലത്തോട്ടങ്ങളിൽ, കാപ്പിത്തോട്ടങ്ങളിലൊക്കെ വേലയെടുക്കാനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം വരുത്തിവെച്ച അഗ്രികൾച്ചർ ഫീൽഡിൽ വരുത്തിവെച്ച മാറ്റങ്ങൾ. ഇനി എമർജൻസ് മോഡേൺ ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ്. ഇത് കോട്ടേജ് ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഗ്രാമീണ ഇൻഡസ്ട്രിയും കൈത്തറി വ്യവസായങ്ങളെല്ലാം തകർന്നപ്പോൾ അവിടെ ഒരു പുതിയ വ്യവസായങ്ങൾ വരികയാണ് ഉണ്ടായത്. മോഡേൺ മെഷീൻ മെയ്ഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ടഡ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ റെയിൽവേസ് ഇൻ 19th century പേവ് ദ വേ ഫോർ മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. റെയിൽവേയും ട്രാൻസ്പോർട്ടും ഒക്കെ ആയപ്പോഴേക്കും
ഓരോ മുക്കിനും മൂലയിലും പോയി കച്ചവടം നടത്തുവാനും അസംസ്കൃത വസ്തുക്കൾ എടുക്കുവാനും ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അവരുടെ ഫാക്ടറികളിലിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് ഭാരതീയരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചു. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ട് ഓവർ റെയിൽ ആൻഡ് റോഡ് മെയ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അവൈലബിൾ ഇൻ എവറി ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ കൺട്രി. ഓരോ മുക്കിലും മൂലയിലുള്ള അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യാനായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനുമാണ് സാധിച്ചത്. ആൻഡ് വില്ലേജ് ഇക്കോണമി ഓട്ടോക്രസി വാസ് ഡിസ്ട്രോയിഡ്. അതായത് ഓരോ ഗ്രാമീണ വ്യവസ്ഥയും തകരാറിലായി എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ ഫാസ്റ്റ് സ്പ്രെഡിങ് ഓഫ് പ്രോഗ്രസീവ് ഐഡിയസ്. എങ്കിലും ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാലുണ്ടായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഭാരതീയരുടെ പ്രോഗ്രസീവ് ഐഡിയാസ്, ആശയങ്ങൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഭാരതത്തിലെ ഉടനീളം പ്രചരിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇനി ഏഴാമത്തെ പോയിന്റ്, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിഫിക്കേഷൻ. They also introduced legal unification of the people on a democratic basis. അപ്പോൾ ലീഗൽ സിസ്റ്റം വന്നു. നിയമം ഒരു രാജ്യം മുഴുവൻ ഒരേ നിയമത്തിൻ്റെ കീഴിൽ പീനൽ കോഡിൽ വന്നു. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫിക്കേഷൻ ഉണ്ടായി എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു പ്രധാന നേട്ടം. എട്ടാമത്തെ പോയിൻ്റ്, നാഷണൽ ആൻഡ് സോഷ്യൽ അവേക്കനിങ്. British educated Indians absorbed several humanistic elements from the British. ബ്രിട്ടീഷുകാരുടെ ചില മനുഷ്യത്വപരമായ ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്ന് പറയുന്ന ആശയങ്ങൾ, ഡെമോക്രസി എന്ന് പറയുന്ന ആശയങ്ങൾ അവരെടുക്കുകയും വിച്ച് ദേ യൂസ് ടു ഡെവലപ്പ് നാഷണൽ കോൺഷ്യസ്നെസ്, അതവർ ദേശീയ ബോധത്തിന് കാരണമാകുകയും ചെയ്തു. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രിൻറ്റിംഗ് പ്രസ് തന്നെയാണ്. ഈ ഐഡിയാസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ പത്രങ്ങൾ, പ്രിൻറ്റിംഗ് മാധ്യമങ്ങൾ സഹായിച്ചു. ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ, ഇത് മറ്റൊരു അച്ചീവ്മെൻ്റാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിമൻ ഓർഗനൈസേഷൻ കെയിം ഫോർവേഡ് വിത്ത് എ ഡിഫറെൻറ്റ് ഇമാൻസിപ്പേഷൻ പ്രോഗ്രാം ടു ഫൈൻഡ് സോഷ്യൽ ഈവൽസ് ലൈക്ക് സതി, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്. സ്ത്രീകളുടെ ഉന്നമനം, അതായത് സ്ത്രീ സംഘടനകൾ വന്നു. സ്ത്രീകൾക്കെതിരായുള്ള തിന്മകൾക്കെതിരെ പോരാടാൻ, സതി, പെൺ ഭ്രൂണഹത്യ അല്ലെങ്കിൽ പെൺ ശിശുഹത്യ എന്നിവ അവസ്ഥയിൽ നിന്ന് സ്ത്രീയെ രക്ഷിക്കുവാനായിട്ട്. ലോർഡ് ബെൻഡിക്റ്റ് അബോളിഷ് സതി. ബെൻഡിക്റ്റ് പ്രഭുവാണ് സതി അബോളിഷ് ചെയ്തത്, നിർത്തലാക്കിയത്. അതുപോലെ തന്നെ അതെന്താണെന്ന് വെച്ചാൽ, ഇൻ വിച്ച് ദ വിഡോ ത്രോ ദംസെൽഫ് ഇൻ ടു ദ ഫ്ലെയിംസ് ഓഫ് ദെയർ ഡെഡ് ഹസ്ബൻഡ്സ് ഫ്യൂണറൽ ഫയർ. അതായത് മരിച്ച ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി ആത്മഹൂതി ചെയ്യുക എന്നതാണ് സതി എന്ന് പറയുന്ന ആചാരത്തിൻ്റെ ആചാരം. അതുപോലെ തന്നെ അത് തടയുകയാണ് ഉണ്ടായത് ലോർഡ് ബെൻഡിക്റ്റ് പ്രഭു. ചൈൽഡ് മാരേജ് വാസ് ബാൻഡ് ഇൻ 1929. അതുപോലെ തന്നെ ശൈശവ വിവാഹം ബാൻ ചെയ്തു. 1929 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അതായത് അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലുള്ള ദേവദാസി വിഭാഗങ്ങൾ നടത്തുന്ന ഒരു നർത്തകിമാരാണ്. അത് പതിയെ പ്രോസ്റ്റിറ്റ്യൂഷനിലെ വ്യഭിചാരത്തിലേക്ക് മാറിയിരുന്നതാണ്. ദാറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ ക്രിമിനൽ ഒഫൻസ് ആക്കി മാറ്റി. കേരളത്തിൽ അത് ബാൻ ചെയ്തത് 1929 സേതുലക്ഷ്മി ബായാണ്. 1947 തമിഴ്നാട് മദ്രാസ് പ്രസിഡൻസിയിൽ രാമസ്വാമി നായ്ക്കർ അത് ബാൻ ചെയ്തു. എന്നാലും ഓൾ ഇന്ത്യ ലെവലിൽ അത് ബാൻ ചെയ്തത് 1988 ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് എ ഹൈലി ബ്യൂറോക്രാറ്റൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഇന്ന് നിലവിൽ നമ്മുടെ ഭരണ രീതികൾ, ഉദ്യോഗസ്ഥ വൃന്ദം കൊണ്ടുള്ള, അവരെ കൊണ്ടുള്ള കാര്യങ്ങൾ നടത്തിപ്പിക്കൽ, ഇതെല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. ഈവൻ ജുഡീഷ്യൽ സിസ്റ്റം വാസ് ചേഞ്ച്ഡ്. ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം പോലും മാറി. ലോർഡ് കേഴ്സൺ സെറ്റപ്പ് എ ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് വാണിജ്യ വ്യവസായ രംഗത്ത് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ലോർഡ് കേഴ്സൺ പ്രഭു കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹം ടുക്ക് ഇനീഷ്യേറ്റീവ് ടു പ്രിസർവ് ഗ്രേറ്റ് മോണുമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്മാരകങ്ങൾ നിലനിർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. ദസ് വി ഹാവ് ദ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇമ്പീരിയൽ ലൈബ്രറി ഇൻ കൽക്കട്ട. അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കൽക്കട്ടയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ഇമ്പീരിയൽ ലൈബ്രറിയും ഉള്ളത്. ഇനി 11ാമത്തെ പോയിൻ്റ്, ചേഞ്ചസ് ഇൻ ഫാമിലി ആൻഡ് മാരേജ്. കുടുംബങ്ങളിലും മാരേജ് എന്ന സ്ഥാപനങ്ങളിലും
ബ്രിട്ടീഷ് ഭരണകാലം കൊണ്ട് മാറ്റങ്ങൾ, ഈ ഭാരതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാരേജ് ഏജ് വാസ് റേസ്ഡ് ആസ് ദ റിസൾട്ട് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ. ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സാധാരണക്കാരായ എല്ലാവർക്കും സ്ത്രീകൾക്കും നൽകിയതോടെ പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവരുടെ വിവാഹപ്രായം ഉയർന്നു. മോണോഗമി വാസ് ദ ആക്സെപ്റ്റഡ് ഫോം ഓഫ് മാരേജ്. പോളിഗമി, പോളിജിനി, പോളിയാൻഡ്രി എന്നുള്ള അവസ്ഥയെല്ലാം മാറി ഏക വിവാഹ രീതി ആണ് ഒരു പൊതുവായ രീതിയായി എടുത്തത്. അതുപോലെ ഇൻ്റർകാസ്റ്റ് മാരേജ് വാസ് എൻകറേജ്ഡ്. ജാതിക്ക് അധികം പ്രാധാന്യമില്ലാതെ നഗരങ്ങളിൽ താമസിക്കുന്നവർ ഒന്നിച്ച് മിങ്കിൾ ചെയ്യുകയും ഇൻ്റർകാസ്റ്റ് മാരേജ് അതൊരു നിയമം കൊണ്ട് അംഗീകരിക്കുകയും ചെയ്തു. ഡിവോഴ്സ് ഓൺ പ്രോപ്പർ ഗ്രൗണ്ട് വാസ് അലൗഡ്. അതുപോലെ തന്നെ വിവാഹമോചനം തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വിവാഹമോചനം നേടാവുന്ന നിയമവും നിലവിൽ വന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറയാം. ദ ഡിഫറെൻറ്റ് ചേഞ്ചസ് മെൻഷൻഡ് എബോവ് ഹാഡ് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ ദ കൾച്ചർ ആൻഡ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ഭരണ കൊളോണിയൽ റൂൾ കൊണ്ട് ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളാണ്. പിന്നെ അടുത്തൊരു ടോപ്പിക്കുമായി ഉടനെ എത്താം. താങ്ക് യു.